ഹായ് ഫ്രണ്ട്സ്, ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഹാൻഡ്സെറ്റ് വിപണിയിൽ ഇറക്കിയ കമ്പനിയാണ് മോട്ടറോള. പിന്നീട് 1998 ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ വിറ്റഴിച്ച കമ്പനി എന്ന സ്ഥാനം നോക്കിയയെ മറികടന്നുകൊണ്ട് മോട്ടറോള കമ്പനി സ്വന്തമാക്കി. പിന്നീട് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ ഒക്കെ കാലമായി മോട്ടറോളയുടേതായ കുറെ ഹാൻഡ്സെറ്റുകളൊക്കെ വിപണിയിൽ ഇറങ്ങി. സ്ലൈഡ് ചെയ്യുന്ന ഹാൻഡ്സെറ്റ് ഒക്കെ മോട്ടറോള ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷവോമി പോലെയുള്ള ചൈനീസ് കമ്പനികളുടെ കടന്നുവരവോടുകൂടി ഈ മോട്ടറോളയ്ക്ക് വിപണിയിൽ വലിയ സ്ഥാനമില്ലാതെയായി. കാരണം മോട്ടറോളയുടെ ഫോണുകൾ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അല്പം വില കൂടിയ ഫോണുകളായിരുന്നു. ഷവോമി ഇറക്കിയ ഫോണുകളൊക്കെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിലുള്ള ഫോണുകളായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ വിലയിൽ കൂടിയ സ്പെസിഫിക്കേഷനുള്ള ഹാൻഡ്സെറ്റുകൾ ഈ ഷവോമി പോലെയുള്ള കമ്പനികൾ ഇറക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അന്നുണ്ടായിരുന്ന മോട്ടറോള പോലെയുള്ള പല കമ്പനികളുടെയും വിൽപ്പന കാര്യമായിട്ട് കുറഞ്ഞു. അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് സാംസങ്ങിന് മാത്രമാണ്. പക്ഷെ ഇപ്പൊ മോട്ടറോള സാധാരണക്കാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലുള്ള എല്ലാ ശ്രേണിയിലുള്ള മൊബൈൽ ഫോണുകളും ആയിട്ട് അവർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ ഫോണുകൾ വിറ്റുപോകുന്നുണ്ട്. എല്ലാ പ്രൈസ് റേഞ്ചിലും അവരിപ്പോ ഫോൺ ഇറക്കണുണ്ട്. എല്ലാ മാസവും തന്നെ അവർ ഓരോ പുതിയ ഹാൻഡ്സെറ്റുകളൊക്കെ ഇറക്കണുണ്ട്. അപ്പൊ മോട്ടറോള എഡ്ജ് 20 സീരീസിൽ 3 ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. 20,000 രൂപ റേഞ്ചിൽ എഡ്ജ് 20 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോണ്, 30,000 രൂപ റേഞ്ചിൽ എഡ്ജ് 20 എന്ന് പറയുന്ന ഫോണ്, 40,000 രൂപ റേഞ്ചിൽ എഡ്ജ് 20 പ്രോ എന്ന് പറയുന്ന ഫോണ്. ഈ 3 ഫോണുകളും അത്യാവശ്യം ക്ലിക്കായ ഫോണുകളാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനുള്ള നല്ല ഫോണുകളാണ്. അപ്പൊ ഈ 3 ഫോണുകളിലെ മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ഫോണ്, 30,000 രൂപ താഴെ വരുന്ന ഫോണ് മോട്ടറോള എഡ്ജ് 20 എന്ന് പറയുന്ന ഫോണ്. ആ ഫോണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം അതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 20. ബുക്ക്ലെറ്റ്, സിം എജക്ഷൻ ടൂളൊക്കെ ഉണ്ട്. പിന്നെ ടൈപ്പ് സി, 2 സൈഡിലും ടൈപ്പ് സി തന്നെ കേബിളാണ് കൂടെ ഉള്ളത്. ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ബോക്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്ലിയർ കേസിനുള്ളിലിട്ടാണ് ഫോൺ വരുന്നത്. കേസ് ഒന്ന് മാറ്റി നോക്കാം. അത്യാവശ്യം ഹാർഡായിട്ടുള്ള നല്ല കേസ് തന്നെയാണ്. നല്ല രസമുണ്ട് ഫോൺ കാണാൻ. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണേലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡൊക്കെ നല്ല രസമുണ്ട്. ക്യാമറയൊക്കെ അടിപൊളിയാണ്. ഇൻഹാൻഡ് ഫീലും നല്ല രസമാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയ കാരണം നമുക്ക് പിടിക്കാൻ കയ്യിലിരിക്കണം, നല്ല രസമായിട്ട് കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിം ഒന്നിട്ട് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡ്യുവൽ സിമ്മാണ് സപ്പോർട്ട് ചെയ്യണത്, ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല. സിം ഇട്ട് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മോട്ടറോളയിലെ ലോഗോ ഒക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. നല്ല കളറ്, അടിപൊളി. അപ്പൊ ഇതാണ് മോട്ടറോള എഡ്ജ് 20 എന്ന് പറയുന്ന ഫോണ്. അപ്പൊ നിങ്ങൾ അൺബോക്സിങ് കണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഈ ഫോണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫോണാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫോണ്. ഞാൻ സാധാരണ ഫോൺ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ഒരാളല്ല. ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് പരമാവധി പറ്റുന്നത്ര കാലം ഉപയോഗിക്കുക എന്നുള്ള ഒരു പോളിസിയാണ്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് 2015 എടുത്ത റെഡ്മിയുടെ നോട്ട് 3 എന്ന് പറയുന്ന ഫോണാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള 2015 എടുത്ത ശേഷം ഈ 2022 വേറെ ഒരു പുതിയൊരു ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഫോണും പറ്റുവാണെങ്കിൽ ഒരു 5-6 വർഷത്തോളം ഉപയോഗിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ 5G ഫോണാണ് ഞാൻ സെലക്ട് ചെയ്തത്. 5G ഫോണാണിത്. അതും 11 ബാൻഡ് 5G സപ്പോർട്ടുള്ള ഫോണാണിത്. അപ്പൊ ഫോൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സ്ലിം ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ എന്നാണ് അവര് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇത് വെറും 166 ഗ്രാം മാത്രമേ ഇതിന് ഭാരമുള്ളൂ. തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ വളരെ സുഖമാണ്. ഫോൺ ഉണ്ടെന്നേ തോന്നിയില്ല. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പൊ ഫോണിന്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഗ്ലാസ് പോലെ തോന്നുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ആണ്. നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട്. നമുക്കൊരു ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നും അല്ല യൂസ് ചെയ്തേക്കണത്. നല്ല രസമുണ്ട് ഡിസൈൻ. ഈ ഫോണിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഏറ്റവും മുകളിലായിട്ട് ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ പവർ ബട്ടൺ. ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉള്ളത്. സിം ട്രേ അടിയിൽ, അത് ഹൈബ്രിഡ് സിം അല്ല, 2 നാനോ സിം സപ്പോർട്ട് ചെയ്യുന്ന 2 5G നാനോ സിം സപ്പോർട്ട് ചെയ്യുന്ന സിം സ്ലോട്ട് ആണ്. സി ടൈപ്പ് ചാർജിംഗ് പോർട്ട്,
പിന്നെ മൈക്ക്, അതിന്റെ താഴെയായിട്ട് സ്പീക്കർ. അപ്പൊ ഈ ഫോണിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, മോണോ സ്പീക്കേഴ്സ് ആണുള്ളത്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഈ സ്പീക്കേഴ്സ് നമുക്ക് തരുന്നത്. ഈ ഫോണിന്റെ ഫ്രണ്ട് പാനലിന് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത് IP52 വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷനും കൂടെ ഈ ഫോണിനുണ്ട്. ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. 10-bit AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തേക്കണേ. കാണാൻ അത്രയ്ക്ക് ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് ഈ കളറിന്റെ ഈ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബ്ലാക്ക് ഒക്കെ പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ ഈ ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണുള്ളത്. അപ്പൊ ഇത്രയും റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണുകൾ, ഈ റേഞ്ചിലുള്ള ഫോണുകളിലൊന്നും വേറെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതിന് 576 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണുള്ളത്. അതും കണക്ക് നോക്കിയാൽ വളരെ കൂടുതലാണ്. പിന്നെ HDR 10+ന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് പുലിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് പോവാം. ഇപ്പൊ റിയറിൽ 3 ക്യാമറകളാണുള്ളത്. പ്രധാന ക്യാമറ 108 മെഗാ പിക്സലിന്റെ ആണ്. പിന്നെ ഒരു 16 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആൻഡ് മാക്രോ ക്യാമറ ഉണ്ട്. പിന്നെ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യണ ഒരു ടെലിഫോട്ടോ ക്യാമറയും കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ സെൽഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള സെൽഫി ഫോട്ടോസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസറിലേക്ക് പോവാം. സ്നാപ്ഡ്രാഗണിന്റെ 778G എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനകത്തുള്ളത്. അത് ഒരു 5G പ്രോസസറാണ്. 11 ബാൻഡ് 5G ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. ഈ സ്നാപ്ഡ്രാഗണിന്റെ 778G പ്രോസസർ ഉപയോഗിച്ചേക്കണ ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് ഈ മോട്ടോറോള എഡ്ജ് 20 എന്ന് പറയുന്നത്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു 4000 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിനകത്തുള്ളത്. ഈ 4000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് പ്യുവർ ആൻഡ്രോയിഡ് ആണുള്ളത് OS. അതുകൊണ്ട് തന്നെ ഒരു 5000 mAh ബാറ്ററി ഉപയോഗിക്കണം. മറ്റു ഫോണുകൾക്കൊപ്പം തന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കി, വൺ ഡേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടും വൺ ഡേ തികച്ചും എനിക്ക് ഈ ഫോണിൽ ബാറ്ററി നിൽക്കുന്നുണ്ട്. പിന്നെ 30 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഈ ബോക്സിൽ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടണമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് OS ഉള്ള ഫോണാണിത്. 8GB റാം 128GB സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഒറ്റ വേർഷനിലാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. ഇതിന് 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ കളർ ഫ്രോസ്റ്റഡ് ഒണിക്സ് എന്ന് പറയും. അത്യാവശ്യം ഒരു ബ്ലാക്കും ഒരു ഗ്രേയും കൂടെ കൂടി ഒരു ലൈറ്റ് ഒക്കെ പാസ് ചെയ്യണ രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ വേറെ 2 കളർ ഓപ്ഷൻസ് ആണുള്ളത്. ഫ്രോസ്റ്റഡ് പേളും ഫ്രോസ്റ്റഡ് എമറാൾഡും. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോൺ ഇത് കണ്ടേക്കണ ഫ്രോസ്റ്റഡ് എമറാൾഡ് എന്ന് പറയുന്ന കളറാണ്. ഒരു പച്ച കളറുള്ള ഫോണ്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുള്ളതും ഈ റിവ്യൂ ഒക്കെ ചെയ്തേക്കണ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഈ കളറിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രോസ്റ്റഡ് ഓണിക്സ് എടുത്തത്. ഈ ഒരാഴ്ചത്തെ ഉപയോഗം കൊണ്ട് എനിക്ക് തോന്നിയ കുറച്ച് പ്രോസും കോൺസും ഞാൻ പറയാം. ഫോണിന്റെ പ്രോസ് ആദ്യം പറയാം. പ്രധാനമായിട്ടും പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ തന്നെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഞാൻ വേറെ ഒരു ഈ ഒരു റേഞ്ചിൽ വേറെ ഒരു ഫോണിൽ കണ്ടിട്ടില്ല. പിന്നെ ക്യാമറ അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. ഇപ്പൊ ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത്യാവശ്യം പറയാനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം അതിന്റെ വോയിസ് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അധികം ആഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകളൊന്നും കാര്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ 2 വർഷത്തേക്കുള്ള ഇതിന്റെ OSന്റെ അപ്ഡേറ്റുകൾ മോട്ടോറോള നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ, വലിയ കാര്യമായിട്ടുള്ള പോരായ്മയൊന്നും ഇല്ല. എന്നാലും ഈ കോമ്പറ്റീറ്ററെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത്, ഇതിന് ഈ റേഞ്ചിലുള്ള ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. സിംഗിൾ സ്പീക്കേഴ്സേ ഉള്ളൂ. അത് ഈ ഒരു റേഞ്ച് ഫോണുകൾക്ക് ബാക്കി എല്ലാ ഫോണുകൾക്കും ഉണ്ട്. പിന്നെ ബാക്കിൽ ഗ്ലാസ് അല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ചെറിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ക്യാമറ ബമ്പ് അത്യാവശ്യം ഈ സ്ലിം ഫോൺ ആയതുകൊണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ഉയർന്നാണ് നിൽക്കണേ. നമ്മളൊരു ഒരിടത്ത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ കിടന്ന് ഇളകും. അല്ലെങ്കിൽ ഇതിന്റെ ഒരു കവർ ഇട്ടല്ല നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ക്യാമറയുടെ അവിടെ ഈ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരാഴ്ച ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത് എവിടെയാന്ന് വെച്ചാൽ ഇതിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചില സമയത്ത് ഒരു ചെറിയൊരു കളർ വേരിയേഷൻസ് വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോൾ ചെറിയൊരു യെല്ലോ ടോണിലേക്ക് പോകും, ചിലപ്പോൾ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് പോകും. നമ്മുടെ ഫേസ് പിടിച്ചിട്ട് നമ്മുടെ ഫോൺ അനക്കിയാൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു കളർ വേരിയേഷൻ ഞാൻ കണ്ടു. അത് ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത OS അപ്ഡേറ്റിൽ അവർ പരിഹരിക്കുമായിരിക്കും. അത് മാത്രമാണ് എനിക്കൊരു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഇതിന്റെ കോമ്പറ്റീഷനിൽ വന്ന ഫോണുകൾ ഏതാന്ന് വെച്ചാൽ OnePlusന്റെ Nord 2 എന്ന് പറയുന്ന ഫോണും
പിന്നെ ഷവോമിയുടെ തന്നെ 11X എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. ഇതിന്റെ ഈ പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണുകൾ ഏതാണ്ട് 30,000 രൂപ അടുത്ത് തന്നെ, 28-30 അടുത്ത് തന്നെ ആ പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണുകൾ. അപ്പൊ ആ ഫോണുകൾ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫോണാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ അതാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.